എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മണിച്ചേട്ടൻ്റെ സ്ഥലത്താണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മണിച്ചേട്ടൻ അവസാനം വരെ ജീവിച്ച് നമ്മളെ വിട്ട് പിരിഞ്ഞ് പോകുന്ന കാലഘട്ടം വരെ ജീവിച്ചൊരു സ്ഥലമാണ് ഇവിടെ, ഈ ചാലക്കുടി എന്ന് പറയുന്ന ഈ സ്ഥലം. ചാലക്കുടി ആൾ ജീവിച്ച നാട്, വീട് ഇതൊക്കെ കാണാനായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വരുന്നതിന് മുന്നേ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് മണിച്ചേട്ടൻ്റെ സ്ഥലത്ത് പോകുന്നില്ല അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നില്ലെന്ന് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് വരാൻ താല്പര്യം തന്നെയാണ്, സന്തോഷമുള്ള കാര്യമാണ്. പലരും എന്നെ കളിയാക്കി വിളിക്കാറുണ്ട്, കലാഭവൻ മണി എന്ന് പറഞ്ഞു. ഞാൻ ഏത് രൂപത്തിലാണ് കലാഭവൻ മണിയുടെ രൂപമൊന്നും എനിക്കറിയില്ല, പക്ഷെ എങ്കിലും എൻ്റെ കളർ കൊണ്ടാണെന്നും അറിയില്ല. അപ്പോൾ പലരും എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ആദ്യം ദേഷ്യമാണ് തോന്നിയിരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്കത് ഇഷ്ടമായി മാറി. കാരണം എന്താണെന്നറിയും, മണിച്ചേട്ടൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായി നമ്മൾ വിചാരിക്കാത്ത ഒരു ലെവലിൽ എത്തിപ്പെട്ടു. അപ്പോൾ എനിക്ക് അങ്ങനെ വിളിക്കുമ്പോൾ സന്തോഷമുള്ള കാര്യമായിരുന്നു. എൻ്റെ രൂപം കൊണ്ടോ എൻ്റെ കളർ കൊണ്ടോ എന്ന് അറിയില്ല, പലരും എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കിവിടെ വരണമെന്നും ഇവിടെ സന്ദർശിക്കണമെന്നും അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതേമാതിരിയാണ് മണിച്ചേട്ടൻ ഇവിടെ ഇരുന്ന് പേപ്പർ വായിക്കാറ്. ഇതാ ഇവരൊക്കെ ആളുടെ അടുത്ത ഫ്രണ്ട്സാണ്. ഈ കടയിൽ എപ്പോഴും നാട്ടിലുള്ള സമയങ്ങളിലൊക്കെ ഈ കടയിൽ വരലും ഈ തിണ്ടുമ്മ ഇരുന്ന് പേപ്പർ വായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. എത്രയും നല്ലൊരു കലാകാരൻ, നാടിനും വീടിനും നാട്ടിൽ തന്നെ ഇപ്പൊ ഇവിടെയുള്ള നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും മണിച്ചേട്ടന്റെ നാട്ടുകാരനാന്ന് പറയുന്നത് ഒരു അഭിമാനമാണെന്നാ പറയുന്നത്. മണിച്ചേട്ടനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ മണിച്ചേട്ടനെ കുറിച്ച് ഞങ്ങളുടെ ഏറ്റവും ഒറ്റ സുഹൃത്തായിരുന്നു മണിച്ചേട്ടൻ. ഒരുപാട് കാലം നമ്മുടെ ഇവിടെ അല്ലാന്നുണ്ടെങ്കിലും ഗവൺമെന്റ് ആശുപത്രിയുടെ അവിടേക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ട്. പിന്നെ ആള് കുറെ കാലം നമ്മുടെ ചാലക്കുടിക്ക് വേണ്ടി ഒരുപാട് ആള് നടനായതിനു ശേഷം മിമിക്രി കലാരംഗത്തുള്ളപ്പോഴും ചാലക്കുടിയുടെ ഒരു പേര് ചാലക്കുടി ആക്കിയത് മണിയാണ്. എവിടെയും കാണാം നമുക്ക്, ചായക്കടയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ എവിടെ പോയാലും നമുക്ക് കാണാം. നമ്മളൊരു സെലിബ്രിറ്റി ആയിട്ടൊന്നും അദ്ദേഹത്തെ കാണാറില്ല, നമ്മുടെ ഇടയിലുള്ള ഒരാള്. ഞാനും ആളുടെ കൂടെ പോകും, മിമിക്രിയുടെ പരിപാടിക്ക് പോകും. രാത്രി ഞങ്ങൾ പോകും, ഒരു 10-10:30 ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വരും. മണിച്ചേട്ടനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ചാലക്കുടിക്കാരെ എന്നല്ല, ഈ കേരളത്തിന് മൊത്തം അഭിമാനമായിട്ടുള്ള മാറിയിട്ടുള്ള ഒരാളാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരാള്. ആളെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ആള് എന്തായിരുന്നു എന്നുള്ളത് മണിച്ചേട്ടൻ മരിച്ചപ്പോൾ ഞങ്ങളിവിടെ ചാലക്കുടി കണ്ടതാണ്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഓരോ വ്യക്തികളുടെ മനസ്സിലും ഇപ്പോഴും പാട്ടിന്റെ രൂപത്തിലും അല്ലെങ്കിൽ സിനിമയുടെ രൂപത്തിലൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ചേക്കേറിയിട്ടുള്ള ഒരു കലാകാരനാണ്. ചാലക്കുടിനെ അറിയപ്പെടുന്നതാക്കിയത് മണിയാ. മണിച്ചേട്ടൻ ഇവിടെ ഏത് ലൊക്കേഷനില് ഷൂട്ടിംഗ് ഉണ്ടായാലും അന്ന് രാത്രിക്ക് ഇവിടേക്ക് ചാലക്കുടിക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് തിരിച്ച് ഇവിടെ എത്തുന്ന ആളാ. മണിച്ചേട്ടൻ ചാലക്കുടിയിലെ നല്ലൊരു കലാകാരനാണ്. ചാലക്കുടിയിലെ തന്നെയല്ല, കേരളത്തിലെ തന്നെ നല്ലൊരു കലാകാരൻ എല്ലാവർക്കും അറിയാം. മലയാളികൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സിനിമ നല്ലൊരു അഭിനയകർത്താവ് എന്നുള്ളൊരു ജാടൊന്നും ആൾക്കില്ല. ചാലക്കുടിയിൽ വന്നാണ് സാധാരണ ചാലക്കുടിക്കാരെ പോലെ തന്നെ പെരുമാറിയിട്ടുണ്ട്. ഒരു പരോപകാരി, എല്ലാവർക്കും ഏത് സമയത്തും സഹായത്തിന് ആളുണ്ടാവും, മുൻപന്തിയിലുണ്ടാവും. അങ്ങനൊരു പച്ചയായ നല്ലൊരു മനുഷ്യൻ. നടൻ എന്നുള്ള രീതിയിലല്ല, എന്താ പറയാ, നമ്മളൊരു കൂട്ടുകാരൻ, മറ്റുള്ള ആൾക്കാർക്ക്, നമ്മുടെ വയസ്സായ ആൾക്കാർക്ക് ഒരു മോൻ, അങ്ങനെയുള്ള ഒരുപാട് സഹായങ്ങൾ. അതായത് രോഗികൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട കല്യാണം നടക്കുമ്പോൾ ഒരുപാട് സഹായങ്ങൾ ചെയ്ത വലിയൊരു മനുഷ്യസ്നേഹി.
സാധാരണക്കാരിൽ ഒരാളായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് മണിച്ചേട്ടന്റെ നഷ്ടം ഭയങ്കര വലുതാണ്. കാരണം ഇപ്പൊ നമ്മൾ ഓണാഘോഷം, അതുപോലെ തന്നെ മറ്റ് ചാലക്കുടിയിലെ അമ്പ് പെരുന്നാള്, അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് മണിച്ചേട്ടനെ ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യും. കാരണം എല്ലാത്തിനും നടുക്ക് നമ്മൾ ആനയുടെ ഒരു നെറ്റിപ്പട്ടം പോലെ ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അത് ഭയങ്കര നഷ്ടം തന്നെയാണ് ചാലക്കുടിയുടെ. ആൾക്ക് നാടായിട്ട് അത്രയ്ക്കും ബന്ധവും ഇഷ്ടമുള്ള ആളായിരുന്നു. മണിച്ചേട്ടന്റെ കൂട്ടുകാരന്മാരായിട്ട് മറ്റെല്ലാവരായിട്ടും. പിന്നെ ആള് നല്ല സൗഹൃദമാണ് എല്ലാവരായിട്ടും. ഏത് ആൾക്കാർ വന്നാലും സംസാരിക്കാനും, ഒരു നടനായിട്ട് പോലും അതിൻ്റെ ഒന്നും തലക്കനൊന്നും കാണിക്കാതെ ആര് വന്നാലും അവരെ കെട്ടിപ്പിടിച്ച് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്തു വിടുന്ന ആളാണ്. മണിച്ചേട്ടൻ പോയത് ചാലക്കുടിയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് പറയാൻ. കാരണം ചാലക്കുടിയില് എന്ത് ഫംഗ്ഷനും, പെരുന്നാളുകളായാലും ഓണായാലും ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ഒക്കെ ആയാലും ആളുടെ ഒരു ഓളം ചാലക്കുടിയിൽ ഉണ്ടായിരുന്നു. ആ ഓളം ഇപ്പൊ ചാലക്കുടിക്ക് ഇല്ല. അന്ന് മരിച്ചപ്പോ നമ്മള് മണിച്ചേട്ടൻ മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ വില മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മരിക്കണം. മറ്റുള്ള നടന്മാരെ കാണുമ്പോൾ നമുക്ക് കാണണമെങ്കിൽ മറ്റുള്ള ആളുകളെ ക്യൂ ചെയ്ത് വെയിറ്റ് ചെയ്ത് കാണണം. ഇദ്ദേഹം നമ്മളെ എവിടെ നിൽക്കുന്ന അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വരും. ഏത് വീട്ടിൽ പാവപ്പെട്ട വീട്ടിൽ എന്ത് വീട്ടായാലും അത് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ ഭാഗത്ത്. ഒരുപാട് ആൾക്കാർക്ക് വീടും സഹായങ്ങള്, അതേമാതിരി കല്യാണം കഴിയാത്ത കുട്ടികൾക്കൊക്കെ വരുമ്പോ അവർക്കുള്ള സഹായങ്ങളും, ആൾക്ക് എണ്ണ തീരാത്ത സഹായങ്ങള് ഒരുപാട് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പരിചയമുള്ള ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാവരോടും നന്നായി പെരുമാറുന്ന ഒരാളാണ്. നമുക്ക് മാത്രമല്ല കേട്ടോ, പുറത്തുള്ള എല്ലാവരോടും ചോദിച്ചാൽ ഇതേ അഭിപ്രായം തന്നെയായിരിക്കും. ചാലക്കുടിന്ന് മാത്രമല്ല, മലയാളികളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരാളാണ്. പലരോടും നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് 10 കൊല്ലം ഇത്ര വേഗം പോയോ എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ ഇന്നലെ പോയ മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഈ ഏരിയക്ക് ആളെ കാണാം. ആള് ഫുൾ ടൈം ആള് വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കുന്ന മനുഷ്യരല്ല, പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന. അല്ലാണ്ട് ഒരു നടൻ എന്നുള്ള ഇതിന് ഞെളിഞ്ഞ് നടക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡല്ല. ഞാൻ അദ്ദേഹത്തിന് കണ്ടൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇന്ന മതം, ഇന്ന ജാതി, ഇതൊന്നുമില്ല. നമ്മുടെ ചാലക്കുടിയില് നമ്മ കാണാത്ത കലാരൂപങ്ങള്, നമ്മുടെ കണ്ണമ്പുഴ ഉത്സവത്തിന്, അതേമാതിരി പള്ളി പെരുന്നാളിന്, അങ്ങനെയുള്ള ഉത്സവങ്ങൾക്കൊക്കെ ആള് പല സ്ഥലത്തുനിന്നും ആളുടെ കാശ് മുടക്കി പല കലാരൂപങ്ങളും വന്ന് ഈ ചാലക്കുടിയില് ഒരു ഘോഷയാത്രയായിട്ട് ഉണ്ടാവാറുണ്ട്. അത് ചാലക്കുടിക്കാർ കണ്ടാണ്ട് മണിച്ചേട്ടൻ ചെയ്ത് കണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും ഒരു സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു ആള്. ഞങ്ങൾ അദ്ദേഹത്തിലൂടെ കേസിന്റെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എവിടെ എന്ത് കണ്ടാലും, മുസ്ലിം പള്ളി കണ്ട അവിടെ നമസ്കരിക്കും, മറ്റേ ഹിന്ദുക്കളുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ അവർ ഇത് ചെയ്യും, ക്രിസ്ത്യൻ പള്ളി കണ്ടാൽ കുരിശ് വരയ്ക്കും. ഇനി വല്ല ലോങ് പോകാന്ന് വെച്ചാൽ ആ പള്ളിയോ അമ്പലോ അല്ലെങ്കിൽ എവിടെയാണ് ഇറങ്ങാൻ പറ്റുക അവിടെ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറുള്ളൂ. നാട്ടുകാരെ കൂട്ടുകാരൻ അത്രേ ഉള്ളൂ. വീട്ടിലുള്ള സമയങ്ങളിൽ രാവിലെ ഇവിടെ വന്നിരുന്ന് പേപ്പർ വായിച്ചിട്ട് മണിച്ചേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ആളെ മനസ്സിൽ കൊണ്ട് നടക്കണതിന്റെ കാരണം ആള് ഈ നാടിനും ഈ നാട്ടിലും ചെയ്ത ഉപകാരങ്ങളും സ്നേഹങ്ങളും മാത്രമാണ്. ഇവിടുന്ന് ഒരു വളവങ്ങോട്ട് തിരിഞ്ഞ മണിച്ചേട്ടന്റെ വീടായി. നമുക്ക് ആ വീട്ടിൽ പോവാം. ഈ കാണുന്നതാണ് മണിച്ചേട്ടന്റെ വീട്. നമുക്ക് വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് വീട്. കാണാൻ കഴിയുന്നുണ്ടാവും. വീട്ടിലാരും ഇല്ല. ഇവിടെ വീട് തുറക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് തുറന്ന് കാണാനൊന്നും നമുക്ക് കഴിയില്ല. പുള്ളിയുടെ തറവാട് ഇതിന് തൊട്ട് ബാക്കിലുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും ഈ വീടിന് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയുണ്ട്. പുള്ളി കുറേ കാലഘട്ടം ഇവിടെ ജീവിച്ച് തീർത്തു. ജീവിച്ച് ഇതാ കാണുന്ന ആ കല്ലറയിലാണ് പുള്ളി ജീവിച്ച് അന്തിയുറങ്ങണ സ്ഥലം. അവസാന നിമിഷം ആള് ഇത്രയും ജനങ്ങളും ഇത്രയും ക്രൗഡൊക്കെ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 വർഷം കഴിയാന്നാണ് പോകുന്നത്. ഈ 10 വർഷത്തിലിടയ്ക്ക് പലരും നമ്മൾ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മണിച്ചേട്ടനെ നമുക്ക് മറക്കാൻ ഒരിക്കലും കഴിയില്ല. അത്രയ്ക്കും നമ്മളിൽ ലയിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് മണിച്ചേട്ടൻ. ഇത്രയും നല്ലൊരു കലാകാരൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത് തന്നെ
നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ മനസ്സിനെ എന്തോരം ദുഃഖിപ്പിക്കുന്നുണ്ടെന്ന് മണിച്ചേട്ടൻ്റെ ഓരോ സിനിമകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. ഇത്ര നേരത്തെ പോവരുതായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് പുള്ളിയുടെ വീടും പരിസരവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. മണിച്ചേട്ടനെ വീട്ടിൽ വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആള് അവസാന നിമിഷം അന്തി ഉറങ്ങുന്ന സ്ഥലത്ത് വന്ന് കാണാനും വീടും പരിസരവും കാണാനും കഴിഞ്ഞു. ഇതാണ് മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. വീട്ടിലേക്ക് കയറുന്ന ഗേറ്റാണ് ഇത്. അപ്പൊ ഇതിലേക്ക് ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുക, അതിനെ ഉള്ളിലേക്ക് ആരെയും കയറ്റി വിടുന്നൊന്നുമില്ല. നമുക്ക് പുറത്തു നിന്ന് കാണാം, വീട് കണ്ട് നമുക്ക് പോവാം, അത്രയാണ് അനുവദിച്ചിട്ടുള്ളത്. വീട്ടില് ആൾക്കാർ ഇപ്പോഴും ആ സ്മാരകത്തിന്റെ അവിടെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. പല നാട്ടിൽ നിന്നും ആൾക്കാര് ടൂറിസ്റ്റ് പോലെയായി പോകും. അവിടെ ഇപ്പൊ ഡെയിലി വന്ന് പോകുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അത് എല്ലാം മണിച്ചേട്ട ആ സ്നേഹസമ്പന്നമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടും എല്ലാവർക്കുള്ള സഹായം കൊടുക്കുന്നു മാത്രമാണ്. പാടി ഞങ്ങൾക്ക് ഉണ്ടാക്കണം. അപ്പൊ എന്താ ചെയ്യാ പറഞ്ഞിട്ട് എനിക്ക് പന്തല് പണിയായിരുന്നു ആദ്യം. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ അറിയാലോ. അപ്പൊ സാധനം പിടിച്ചാ ഞാൻ ശരിയാക്കിയതാ. മണിച്ചേട്ടൻ അത്രയും സംഗീതവും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് ഉള്ളൊരു സ്മാരകമാണ് ഈ പാടി എന്ന് പറയുന്നത്. പാടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യകാലങ്ങളില് സിനിമയിലൊക്കെ വന്നതിന് ശേഷം പാട്ട് പാടി ഉല്ലസിക്കാനൊക്കെ ആയിട്ട് ഒരു പാടി കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുറെ ഇന്റർവ്യൂസിലും ആളുടെ കുറെ ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് നേരിട്ടൊന്ന് കണ്ടു നോക്കിയാലോ? വരും. ഇതാണ് ആ സ്ഥലം, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സ്ഥലത്താണ് പാടി എന്ന് പറഞ്ഞ ഈ ചാലക്കുടി പുഴയുടെ സൈഡില് പുള്ളി കെട്ടിയുണ്ടാക്കിയുള്ള ഒരു പാടിയാണത്. ഇതാ ഇതിന്റെ താഴെ തൊട്ട് താഴെയാണ് പുഴ. ഇതാ ചാലക്കുടി പുഴ ഒഴുകുന്നത് തൊട്ട് താഴെയാണ്. കണ്ടില്ലേ, ഇതാണ് ആ സ്ഥലം. ഇതില് മരങ്ങളൊക്കെ നല്ല തണലും നല്ലൊരു കാലാവസ്ഥയാണ് ഇതിൻ്റെ ഉള്ളില്. വെയിലും ചൂടും ഒന്നും അടിക്കാത്ത ഒരു നല്ലൊരു കാലാവസ്ഥ. ഈ പാടിയാണ് അന്ന് മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്നത്. ഇവിടെ കിടന്നിട്ടാണ് മണിച്ചേട്ടന് സുഖല്യാണ്ട് ആയതടക്കം ഇവിടെ കിടന്നിട്ടാണെന്നാണ് നമ്മൾ കേട്ടത്. അവസാന കാലഘട്ടത്തില് പാടിയെന്നാണ് ഹോസ്പിറ്റലിലേക്ക് എടുത്തു കൊണ്ടുപോയേ എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതാണ് ആ കാണുന്ന സ്ഥലമാണിത്, പാടി. ഇവിടെയായിരുന്നു പുള്ളി പാട്ടും സംഗീതവും അതേമാതിരിയുള്ള എല്ലാ വിനോദങ്ങളും ഇവിടെയാണ് ആഘോഷിച്ചിരുന്നത്. ഈ പാടി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അത്രയും പ്രാധാന്യം മണിച്ചേട്ടൻ കൊടുത്തിരുന്നു. എപ്പോ നോക്കിയാലും ഷൂട്ടില്ലാത്ത സമയങ്ങളിൽ മണിച്ചേട്ടൻ എത്തിച്ചേരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പാടിയാണ്. വീട്ടിലില്ലെങ്കിൽ പിന്നെ പാടിയിലുണ്ടാവുന്നതാണ് അന്ന് ജനങ്ങൾ പറഞ്ഞു തരുന്നത്. ആ ഒരു സ്ഥലമാണ് ഇത്. ഒരു നല്ലൊരു കുളിർമ തരുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് തന്നെ. ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതിപ്പോഴും അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് മേളില് പുള്ളി അതിന് ഷെഡിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാക്കിയത് ഇതാ ഈ മരത്തിന്റെ മേളിലൊക്കെ കെട്ടി ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു വീട് പോലെയായിരുന്നു. ഇപ്പോ നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും ആ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അന്ന് നമ്മളിതൊക്കെ TV കൂടെ കണ്ടിരുന്നത്. പുള്ളിയുടെ ഇന്റർവ്യൂസിലൊക്കെ TV യിലാണ് നമ്മളിത് കണ്ടിരുന്നത്. അപ്പൊ ആ TV കാണുന്ന കാലഘട്ടത്തിൽ നമുക്കിത് ഇവിടെ വരണമെന്നും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണണമെന്നും അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇറങ്ങി വരാൻ ഇച്ചിരി പാടാണ്. നമ്മളിപ്പോ പോണത് പുഴയിലേക്കാണ്. അപ്പോൾ പുഴ എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ജീവന്റെ നാടിയാ. അപ്പൊ ഈ പുഴയില് പുള്ളി വഞ്ചി തുഴയണതും അതേമാതിരി തന്നെ ഇന്റർവ്യൂസിലൊക്കെ ഈ പുഴ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരെ ഈ പാടിയിൽ നേരെ താഴെ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ചാലക്കുടി പുഴ. അതിരപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ടാണ് ഒഴുകി വരുന്നത്. മണിച്ചേട്ടന്റെ ചാലക്കുടിക്കാരന്റെ ചാലക്കുടി പുഴ എന്ന് പറയുന്ന പുഴ ഇതാണ്. അപ്പൊ ഇത് പാടിയിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങാൻ പറ്റും. ആ ഇറങ്ങിക്കഴിഞ്ഞ് കാണുന്ന ഈ പുഴയാണ് മണിച്ചേട്ടൻ പറയാറുള്ളത്. ചാലക്കുടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു മണി.
മണിച്ചേട്ടന്റെ ഗ്യാപ്പ് നികത്താനായിട്ട് പറ്റിയ ഒരാൾ ഇതേവരെ ചാലക്കുടിയിൽ ഇനി ഇപ്പില്ല. ചാലക്കുടി എന്ന് പറഞ്ഞ വഴി ചോദിക്കുന്ന ആദ്യം കലാഭവനിയുടെ പേരാണ്. ഞങ്ങൾക്ക് അദ്ദേഹം നഷ്ടപ്പെട്ടു, പക്ഷെ ആള് ഞങ്ങളോട് ഇന്നും ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.